അപ്പൊ നമ്മുടെ സൂസ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുമ്പോ അവര് കാണാണ്ട് ഇതൊക്കെ ഓൺ ആക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നമുക്ക് അവരെത്തിന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം പോവാം. സൂസിനെ കയ്യിലാക്കാൻ വേണ്ടിട്ട് നമ്മളൊരു മഞ്ച് ഇപ്പൊ കൈ കിട്ടിയത് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം പോകാൻ സമയമില്ല. അപ്പൊ നമ്മളിത് ഇപ്പൊ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സൈറ്റഡ് ആണോ ചേച്ചി? മമ്മി എക്സൈറ്റഡ് ആണോ? മമ്മി ഞങ്ങളെല്ലാരും എക്സൈറ്റഡ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഓൺ ദ വേ ആണ്. അവര് ലാൻഡ് ചെയ്തെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. ഓക്കെ, ഇവിടെ കാർ ഓടിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് വേണം അല്ലേ? എയർപോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് ഇമോഷൻസ് ആണല്ലോ ഉള്ളത്. ഒന്നെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ പോണത്. പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ ഭയങ്കര സങ്കടത്തിൽ ഇവിടുന്ന് ഇറങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് വല്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ. ഞങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആണ്. വേറെ ഒന്നുമല്ല, കാര്യം അവനെ ഫുൾ കളിപ്പിക്കൽ വീഡിയോ കോളിലാണ് എന്നും. പക്ഷേ ഇപ്പോൾ നേരിട്ട് വരുമ്പോൾ അവൻ ഞങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യും, മൈൻഡ് ചെയ്യുമോ, ഓടിപ്പോവോ, ഒരു പിടുത്തില്ല കേട്ടോ. എന്താവെന്ന് ഓർത്ത് രണ്ടുപേരും നല്ല ടെൻഷനിലാണ്. രണ്ടുപേരും നല്ല കേട്ടോ, ഞങ്ങളിൽ 3 പേരും നല്ല ടെൻഷനില്ല. മമ്മിക്ക് ഈ പറഞ്ഞ പോലെ വലിയ ടെൻഷനൊന്നുമില്ല. മമ്മിക്കറിയാം അവൻ എവിടെ ചെന്നാലും മമ്മിയുടെ അടുത്ത് വരുന്നത് മമ്മിക്ക് നന്നായിട്ട് അറിയാം. അപ്പോതാ നമ്മുടെ താരം ഇവിടെ എത്തിയിട്ടുണ്ട്. അവനവിടെ നാട്ടിലേന്നേ കണ്ട് ചേച്ചി ഇപ്പോൾ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ദേടാ നിന്റെ മേമമാരെന്ന് പറഞ്ഞ് ഞങ്ങളെ കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ആണെങ്കിൽ ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ എന്താ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അവനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആള്. പക്ഷെ എന്താ ഇതാരാന്നൊരു പിടുത്തില്ലാണ്ട് കൊച്ചിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കാണെങ്കിൽ ഒന്ന് കൈ കെട്ടിയാൽ മതി അവനെ. 3-4 വർഷം മുമ്പ് ചേച്ചി വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നെങ്കിലും ഇവൻ വരുന്നെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവനെ ഹാപ്പി ആക്കണ്ടേ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലാണ്. 2 പേരും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷനിലാണ് പോണത്, എൻ്റെ അടുത്തോ നിൻ്റെ അടുത്തെന്നുള്ള ഇതിൽ. ഇപ്പോൾ ദാ മമ്മി സൈഡിൽ നിന്ന് അവനെ കാണിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ 2 പേരാണ് ഇവനെ വെൽക്കം ചെയ്യാൻ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നെങ്കിലും കാര്യം അവൻ ഞങ്ങളുടെ 2 പേരുടെ അടുത്തേക്ക് വന്നില്ല കേട്ടോ. നേരെ അവൻ സൈഡിലേക്ക് ഇതാ മമ്മിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയി. അത് കണ്ടതും ഞങ്ങളുടെ 2 പേരുടെ റിലേ പോയി. ആഹാ, കയ്യിൽ നിന്ന് പോയില്ലെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ഓടി ചെന്ന് അവങ്ങനെ വാരിയെടുത്തു. ഞങ്ങളുടെ സൂസു ബേബിയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുക. ഇതാരടാ എന്നെ എടുത്തേക്കുന്നുള്ള രീതിയിൽ കൊച്ചാങ്ങനെ ഇട്ടിത്തെറിച്ച് കേട്ടോ. അയ്യോ സൂസുപ്പ മതി മതി, ഞാൻ എടുക്കാം. എടാ അമ്മ പോയാ നമ്മുടെ സൂസ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. സൂസ് സേ ഹായ്. ഓക്കെ, അപ്പൊ നമ്മള് പാർക്കിങ്ങിലേക്ക് പോയേക്കാണ്. അവരവിടെ നിക്കാട്ടാ. നമ്മളിനി നേരെ വീട്ടിലോട്ടേക്കാണ്. ഹലോ സൂസു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഇനി നേരെ വീട്ടിലോട്ടേക്കാണ്. അല്ല സോറി, നമ്മള് ചായപ്പിടികയിൽ കയറൂല്ലേ? നമ്മള് ചായപ്പിടികയിൽ കയറിയിട്ട് നമ്മള് കഴിച്ചിട്ട് നമ്മൾ വരും. ഓക്കെ, യാ, ഇതാണ് നമ്മുടെ സൂസു. ഇതാണ് ഞങ്ങൾ ഇത്രയും നാള് വെയിറ്റ് ചെയ്ത് നമ്മുടെ സൂസു ബേബി. നമ്മൾ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തത് ഈ അവസ്ഥയിൽ നമുക്ക് ടൂസിനെ സൂസുനെ വിളിക്കാം. എടി അതിന് ബലൂണിക്കൂടെ നടത്തിക്കേ. ലൈറ്റിട്ട് അതെ, എല്ലാം പോയി.
ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy hello. I know. No. ആടോ. ഇച്ചിരി വേണോ? ഓടാ കള്ളക്കുറുക്ക സർപ്രൈസ് ആയ പോലെ പുലരുളി വന്നു ചേരുന്നിതാ നിഴലല ദൂരമായുന്നിതാ വായു 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 ഒരു ചെറു മഞ്ഞു നീർത്തുള്ളിയായി മലരിനെ ഉമ്മ വെച്ചിടുവാൻ വായു 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 ഇനി മണ്ണിലെ പുതുവർണ്ണങ്ങളിൽ വിരലോടിച്ചു ലാളിച്ചു പൂങ്കാറ്റുപോ പുലരുളി വന്നു ചേരുന്നിതാ നിഴലല ദൂരമായുന്നിതാ വായു 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 ഇലത്തുമ്പിനാകെ തിളങ്ങുന്നു വൈഡൂരം തൂവയിൽ തുമ്പി തീലേ വസന്തങ്ങൾ വന്നാകെ ഇന്നെന്തു സൗരഭം ഇനി ഉണരും